ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിയോസ് പോസ്റ്റർ ഫീസ്റ്റ്. അതെ, അങ്ങനെയാണെങ്കിൽ പറയാം. ഒരു സീരീസ് തന്നെ ആക്കി കളയാം. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ ഒരു തെലുങ്ക് വേർഷൻ വന്നിരുന്നു. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ എഴുതിയിരിക്കുന്നത് നമ്മുടെ ലിയോന്ന് എഴുതിയിരിക്കുന്നത് തെലുങ്കുലായിരുന്നു. അതിന്റെ ഒരു ബ്ലാക്ക് വൈറ്റ് ഒരു ബ്ലൂയിഷ് വിന്റർ ഓടിക്കോട്. അതായത് ലൈക്ക് ഒരു വിന്റർ കാഷ്വൽസ് ഒക്കെ ഇട്ടിട്ട് ദാറ്റ് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെ പുള്ളിക്കാരൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വിത്ത് ദാറ്റ് പൈൻ ട്രീസിന്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ. അതെ, അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കീപ് കാം ആൻഡ് അവോയ്ഡ് ദ ബാറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരുടെ മറ്റേ പോസ്റ്ററിനകത്തും ഒരു കാംനെസിനെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ചെറിയൊരു ലൈൻ ഉണ്ടായിരുന്നു, വലിയ ബാറ്റലിന് മുന്നിലുള്ള ഒരു സൈലൻസും അതായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആയിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ സമ്മതിക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ സംഭവമായിരിക്കാം. ഇന്ന് ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് കന്നഡ ലാംഗ്വേജിലാണ്. അത് നമ്മൾ എക്സൈറ്റഡ് ആണ്. എങ്ങനെയായിരിക്കും, എന്ത് വെറൈറ്റി ആയിരിക്കും കൊണ്ടുവരാൻ ശ്രമിക്കണേ തീമാണ്. നമുക്കറിയാം, നമ്മൾ കുറെ ദിവസമായിട്ട് നമ്മുടെ ലീവിന്റെ അപ്ഡേറ്റ് ഒക്കെ വേണ്ടി സെക്കൻഡ് സിംഗിൾ വരുമായിരിക്കും, ഇപ്പം വരുമായിരിക്കും, ലോഞ്ച് ഈവന്റും കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ ഇപ്പം ന്യൂസ് കിട്ടിയ അനുസരിച്ച് സെപ്റ്റംബർ 30th ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റ് നമ്മുടെ ട്രെയിലറും റിലീസ് ചെയ്യപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് റൂമേഴ്സ് ആവണോന്ന് അറിയത്തില്ല. പക്ഷെ ഇത് അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് സിംഗിളെങ്കിലും ഈ 30-നുള്ളിൽ വന്നിരിക്കണം. അപ്പം അങ്ങനെയാണ് അവര് അപ്പം അങ്ങനെ അവര് പറഞ്ഞിട്ടിരിക്കുന്നത് സെപ്റ്റംബർ 30th ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഓഡിയോ ലോഞ്ച് ഇവന്റും സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ മിസ്കിൻ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അതുപോലെ എനിക്കൊന്നു തലപ്പത്തിയുടെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ ന്യൂസ് ഉണ്ട്. പുള്ളിക്കാരൻ മൂവി കണ്ടു, ഇപ്പൊ എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കുവാണ്. അപ്പം അവരൊക്കെ എന്താണ് അടിപൊളിയായിട്ട് ഇരിക്കുന്നു, ഇതൊരു മാസീവ് ഹിറ്റ് ആയിരിക്കും ആഫ്റ്റർ റിലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓഹോ, ഗണ്ണിന്റെ ഒരു ഷേപ്പിലാണല്ലോ, പിസ്റ്റലിന്റെ ഒരു ഷേപ്പിലാണ്. ഇതെന്താണ് സംഭവം? പല സംഭവങ്ങളുണ്ടല്ലേ അതിനകത്ത്. ഒരു കാംനെസ്, ഒരു സാഡ് ഫേസ് പോലൊക്കെയാണ് അതൊക്കെ തന്നെയാണ്. അല്ല, ഒരു അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടിരിക്കുന്ന പോലത്തെ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ലുക്കിലാണ്. പുറകിലും കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മള് ഒപ്പാസിറ്റി കുറച്ച് അവർ വെച്ചിരിക്കുകയാണ്. ഇത് കൊള്ളാല്ലേ? ഒരു ഗണ്ണില് പുറത്ത്, ആ ഗണ്ണില് പിസ്റ്റളിന് പോലും ബ്ലഡ് ആയിട്ടുണ്ട്, ബ്ലഡിന്റെ സ്റ്റെയിൻ ഉണ്ട്. അവരൊരു ഗ്രീൻ ടെക്സ്ചർ വെച്ചിട്ടുണ്ട്, സ്നോയി ടെക്സ്ചർ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം. പിന്നെ ലിയോയുടെ ആ ഒരു സൈൻ ഇന്നലെ നമ്മൾ വിട്ടു, മറ്റേ ബ്ലഡിയാണ്. ബ്ലഡിയാണ്. അത് നമ്മള് എപ്പോഴും വിട്ടുപോകാറുണ്ട്. ഇത് നോക്ക്, എനിക്കൊന്നും എന്തോ സംഭവം നടന്നു കഴിഞ്ഞിട്ട് എസ്കേപ്പിനുള്ള സംഭവമാണോ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഇവിടെയായിരുന്നു ഇന്ന് പ്ലോട്ട് യുവർ എസ്കേപ്പ് എന്നാണ്. പക്ഷെ ആ ഒരു ഗണ്ണിന്റെ ഉള്ളിൽ ഇവർ ഇത്രയും സംഭവങ്ങളൊക്കെ എടുത്തു വെക്കുക എന്നൊക്കെ പറയുന്നത്, അതായത് ഒരു റിഫ്ലക്ഷൻ അടിക്കുന്ന പോലെ അല്ലെ? അത് മറ്റേ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു സംഭവം അടിക്കുന്ന പോലെ. എന്തായാലും എനിക്ക് ഒരു ബാറ്റിലുണ്ട്, പുള്ളിക്കാരനെ അവോയ്ഡ് ചെയ്യാൻ നോക്കി, സമ്മതിക്കുന്നില്ല. എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും തോന്നുന്നു. എന്നിട്ട് നമ്മുടെ എഴുതിയിരിക്കുന്നത് വാച്ച് ദി സ്പേസ്, ലിയോ പോസ്റ്റർ ഫീസ്റ്റ് വിൽ അൺവീൽ സ്റ്റോറീസ് വൺ പോസ്റ്റർ അറ്റ് എ ടൈം. ചെറിയൊരു നമുക്ക് ചെറിയൊരു ഊഹാപോഹം കിട്ടുന്നുണ്ടല്ലേ? പക്ഷേ ബാറ്റിലുണ്ട്, പിന്നെ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇത് എനിക്ക് പസിൽ ഒന്നും കൂടെ റിഡൽ ആവുന്ന പോലെയാണ് തോന്നുന്നത് അല്ലെ? ഇവര് ഓരോ ദിവസം തരുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത്. But the way he is sitting ഇത് കണ്ടിട്ട് തോന്നുന്നു, I think someone close to him എന്തോ പറ്റി, അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. അതോ he has done something, നമുക്കറിയില്ല. പക്ഷെ കൊള്ളാം. ഇന്നും നമ്മുടെ കന്നഡ ലാംഗ്വേജിൽ ഇന്നലെ എഴുതിയതുപോലെ ഇന്ന് എന്തിട്ടുണ്ട്, കന്നഡದಲ್ಲಿ ലിയോ
ബർജറി റിലീസ്. എന്തായാലും ചെന്നൈ പോസ്റ്റർ അതെ, അത് ലൈക്കും കമന്റ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷെറേ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ എനിക്കൊന്ന് റെക്കോർഡ് എന്തോ ഉണ്ടാക്കി തോന്നുന്നു നമ്മുടെ വിജയ് ഇട്ടതിന് ശേഷം. സ്പെഷ്യലി തലപ്പതി വിജയ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഇന്നലെ ഞാനത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 10 lakh ലൈക്സ് ക്രോസ് ചെയ്ത്. ഇന്നലെ അത് എന്തോ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല എന്താന്ന്. എന്തായാലും കൊള്ളാം. ഇവരിങ്ങനെ ഒരു ഫീസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇനി നാളെ നാളെ മലയാളം ഹിന്ദിയാണോ? നാളെ മിക്കവാറും ഹിന്ദി ആയിരിക്കും. നാളെ ഹിന്ദി ആയിരിക്കും. മലയാളം ഇല്ലെന്ന് തോന്നുന്നു. ഇനി നാളെ ഹിന്ദി വരും, മറ്റന്നാള് തമിഴ് വരും. അങ്ങനെയൊക്കെയാണ് സംഭവമൊക്കെ. അപ്പം ഇത് നല്ല രസമുണ്ട്. നമുക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് സംതിങ് ഇസ് കമ്മിങ് ബിഗർ, സംതിങ് ഇസ് കമ്മിങ് ഓൺ ദ വേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ആന്റിസിപ്പേഷൻ ഉണ്ട് ഓരോ ദിവസം. ഇന്ന് എന്തായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു സംഭവം നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് ഇനി നാളെ കാണാം.